ആര്യ രാജേന്ദ്രനെ വെളുപ്പിക്കാനുള്ള അടങ്കൽ ഏറ്റെടുത്തിരിക്കുകയാണ് ദേശാഭിമാനി. പക്ഷെ ഒത്തില്ല, അങ്ങോട്ട് ഏറ്റില്ല. പാർട്ടി പത്രം ഇപ്പോൾ എയറിലാണ്. 83 വയസ്സുള്ള മറിയക്കുട്ടിയെ അങ്ങേയറ്റം അധിക്ഷേപിച്ച ദേശാഭിമാനിയാണ് വന്ന് ഗീർവാണം വിടുന്നത്. അന്ന് മറിയക്കുട്ടിക്ക് നട്ടലുള്ളത് കൊണ്ട് ദേശാഭിമാനിയെ മുട്ടുകുത്തിച്ചു, മാപ്പ് പറയിച്ചു. പക്ഷെ മേയറിന് ഈ പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ട് നട്ടല് അതില്ലാത്തത് കൊണ്ട് കരഞ്ഞു മെഴുകുന്നു. അത് ഏറ്റുപിടിക്കാൻ പാർട്ടി പത്രവും കുറെ സഖാക്കളും. അല്ലെങ്കിലും നേതാക്കന്മാർക്ക് വേണ്ടി മെഴുകി ഒടുവിൽ അവർക്ക് ചരമഗീതം എഴുതലാണ് ദേശാഭിമാനിയുടെ പണി. ഇവിടെയും പതിവ് തെറ്റിച്ചിട്ടില്ല. മേയറെ വെളുപ്പിക്കാൻ വന്നിട്ട് പത്രവും മേയറും നിന്ന് തല്ലുകൊള്ളുകയാണ്. ജനപ്രതിനിധികളും സാധാരണ മനുഷ്യരാണ്. സ്വരമിടറി മേയർ ഇങ്ങനൊരു തലക്കെട്ടിലാണ് ഒരു വാർത്ത അച്ചടിച്ചു കൊടുത്തിരിക്കുന്നത്. ദേശാഭിമാനി ഇന്ന് പ്രസിദ്ധീകരിച്ച വാർത്തയിലെ തലക്കെട്ടാണിത്. ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും കാർക്കിച്ച് തുപ്പേണ്ട വാർത്തയല്ലേ ഇത്? പാർട്ടി പത്രത്തിൽ ഇരിക്കുന്നവർക്ക് സമനില തെറ്റിയോ? എന്തൊരധപ്പതനമെന്ന് പരിഹസിച്ച് ശക്തിധരൻ. എവിടെ പോയി CPM സംസ്ഥാന സെക്രട്ടറി? നാണമാകുന്നില്ലേ മനുഷ്യ? കക്ഷത്തിരിക്കുന്ന പാർട്ടി പത്രത്തിൽ അച്ചടിക്കുന്ന ഈ വാർത്തയുമായി നടക്കാനായിട്ട് ഉച്ചക്കിറുക്ക് പിടിച്ചവരെയാണോ പാർട്ടി പത്രത്തിൽ കുത്തി നിറച്ചിരിക്കുന്നത്? മേയർക്ക് മാത്രമല്ലല്ലോ, പെണ്ണുപിടിയനായ ട്രംപിനും ഈ ന്യായം ബാധകമാണോ? ഇതെന്തൊരധപ്പതനം! ലോകത്ത് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനപ്രതിനിധി പറയാവുന്നതാണോ ഇത്? MV ഗോവിന്ദനിലും ആര്യ രാജേന്ദ്രനിലും അവസാനിക്കുന്ന പാർട്ടിയാണോ ഇത്? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിൽ KK രമ ശാരീരികമായി ആക്രമിക്കപ്പെട്ടപ്പോൾ ആരും ഇങ്ങനെ വിലപിച്ച് കേട്ടിട്ടില്ലല്ലോ. ആരാണിപ്പോൾ ജനപ്രതിനിധികൾക്ക് ഇങ്ങനെ ഭാഷ്യം നിർമ്മിച്ചു കൊടുത്തത്? സമനില തെറ്റി ഇത്ര ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ഒരു നിമിഷം വൈകാതെ രാജിവെച്ചിറങ്ങണം ഈ മേയർ. അതാണ് CPMന് നല്ലത്. ഇത്ര ആഭാസത്തരങ്ങൾ വിളിച്ചു കൂകുന്ന ആർത്തിപ്പണ്ടാരങ്ങളെ CPM എന്തിനു ചുമക്കണം? MV ഗോവിന്ദ, ഒരു നിമിഷമെങ്കിലും സാധാരണ മനുഷ്യനാകാൻ ശ്രമിക്കൂ. ചരിത്രം നിങ്ങൾക്ക് മാപ്പ് നൽകില്ല. വെളിവുണ്ടെങ്കിൽ ഒരു നിമിഷം വൈകാതെ ജനങ്ങളോട് മാപ്പ് 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 എന്ന് പറയണം. ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ്. ശക്തിധരന്റെ കുറിപ്പിൽ അങ്ങേയറ്റം കൊടുത്തിട്ടുണ്ട് രണ്ടുപേർക്കും. പണ്ട് KK രമയെ CPM നേതാക്കൾ മാറി മാറി അധിക്ഷേപിച്ചപ്പോൾ അതിന് വെള്ളവും വളവും നൽകിയ പത്രമാണ് ഇന്നിപ്പോൾ ആര്യ രാജേന്ദ്രൻ കരഞ്ഞപ്പോൾ കൂടെ ഇരുന്ന് ഒപ്പാരിയിടുന്നത്. ഈ കപടക്കരച്ചിലും വെള്ളപൂശലും കയ്യിൽ വെച്ചാൽ മതി. പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്ത വെറും ടോയ്ലറ്റ് പേപ്പറിന്റെ വില പോലും ഇല്ലാത്ത ഈ നെറികെട്ട പത്രത്തിന് ഒരു ന്യായീകരണവും വിളമ്പാൻ അവകാശമില്ല. CPMകാർക്ക് പൊള്ളുമ്പോൾ മാത്രമേ ദേശാഭിമാനിക്ക് പത്രബോധമുണരൂ. അല്ലാത്തപ്പോൾ മാളത്തിൽ ഉറക്കത്തിലാണ്. KK രമ ജനപ്രതിനിധി അല്ലേ ദേശാഭിമാനി? ഈ സഖാക്കൾ തന്നെയാണ് KK രമയെ നിയമസഭയിലും പൊതുമധ്യത്തിലും വായിൽ വരുന്നതെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങളുടെ പത്രധർമ്മം എവിടെയായിരുന്നു? ഇവിടെ മേയർ അങ്ങേയറ്റം അഹങ്കാരം കാണിച്ചിട്ടാണ് ട്രോളുകൾ ഏറ്റുവാങ്ങുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടോ എയറിൽ കയറിയതല്ല. മേയർക്ക് പൊള്ളിയപ്പോൾ ദേശാഭിമാനിക്ക് കൊണ്ടെങ്കിൽ കണക്കായി പോയി എന്നേ പറയാനുള്ളൂ. ആര്യയ്ക്ക് വേണ്ടി കരഞ്ഞു മെഴുകാൻ ഇപ്പോൾ DYFIക്കാരും രംഗത്ത് വന്നിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുണ്ടായ തർക്കത്തിൽ മേയർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് DYFI. ആര്യ തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഡ്രൈവറാണ് മോശമായി പെരുമാറിയതെന്നും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതമായി നീക്കങ്ങൾ നടക്കുന്നു. അവർക്ക് അപകടം വരുന്ന രീതിയിൽ KSRTC ബസ് മറികടന്നപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചോദ്യം ചെയ്യലാണ് ഉണ്ടായത്. അത് ചോദ്യം ചെയ്തത് ആര്യയാണെന്ന് കണ്ടപ്പോൾ കിട്ടിയ അവസരത്തിൽ അതിനെ മുൻനിർത്തി സൈബർ ആക്രമണം നടത്തുന്നു. ആര്യ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവിടെ എന്തോ വലിയ അധികാര പ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അവരോടാണ് മോശമായ രീതിയിൽ ഡ്രൈവർ പെരുമാറിയത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെരുമാറുന്നവരോട് ആര്യ പ്രതികരിച്ചതുപോലെ പെൺകുട്ടികൾ പ്രതികരിക്കണമെന്നാണ് DYFIയുടെ അഭിപ്രായം.